ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നോമ്പൊക്കെ എങ്ങനെ കഴിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഞങ്ങളുടെ നോമ്പ് തുറ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കുന്ന നല്ല നല്ല റെസിപ്പീസും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ബ്ലോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കറികൾ റെഡിയാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ബീഫ് കൊണ്ട് നാടൻ ബീഫ് കറിയാണ് കേട്ടോ. അതായത് തേങ്ങക്കര വറുത്തരച്ചിട്ടുള്ള നാടൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ബീഫ് കുക്കറിലിട്ട് അതിലേക്ക് തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ നമുക്ക് നോമ്പിൻ്റെ മുന്നേ തന്നെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്നുണ്ട് നമുക്ക് കറിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കാം. ഞാൻ 4 മണിക്ക് ശേഷമാണ് അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചതച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കി വെക്കാം. അതിലേക്കുള്ള മസാലപ്പൊടികളും ഒക്കെ വെച്ചിട്ട് ഇത് കുക്കറിൽ വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്കുള്ള തേങ്ങ ഞാൻ ആദ്യം തന്നെ വറുത്ത് വെച്ചിരുന്നു കേട്ടോ. നോമ്പിന് മുന്നേ തന്നെ വറുത്ത് റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കരുതണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്കിത് വറുക്കാൻ ഒന്നും നിൽക്കണ്ടല്ലോ. പിന്നെ അത് വറുത്ത് അരച്ച് വെച്ച് വെക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ജീരകവും വലിയ ജീരകവും കറിവേപ്പിലയും ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഇത് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് അത് അരച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാം. അതിന് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള റവയും സേമിയനും ഒക്കെ ഇട്ട് അത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് പാലും ഒഴിച്ചെടുക്കാം കേട്ടോ. നിങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെ ഉഷാറായിട്ട് പോകുന്നില്ലേ? നിങ്ങളെന്തൊക്കെ ഉണ്ടാക്കൽ എന്നൊക്കെ പറയണേ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയായി വന്ന് ഞാനൊരു ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറി നമുക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും ഇത് ചൂടാറി റെഡി ആയിക്കോളും. ഞാൻ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെസിപ്പീസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കട്ടോ. ഇനിയും അങ്ങനത്തെ വീഡിയോ റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് സ്നാക്സൊക്കെയുള്ള ബീഫ് കൂടി ഇതിലിട്ടിട്ടോ വേവിച്ചത്. അത് ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടി പറഞ്ഞ് ഇത് തിളച്ച് വന്നാൽ കറി ഇവിടെ റെഡിയായി. ഞാൻ പിന്നെ ഇത് വറവിടാനുള്ളതൊക്കെ ഞാൻ ആദ്യം തന്നെ വെച്ചിരുന്നു കേട്ടോ, റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിന് ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡിയായി. ഇന്ന് പൊറാട്ട കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പോൾ വേറെ കടികളൊന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു കാസറോൾക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള ഇട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ ഈ റമദാനിലൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഈ ചോപ്പർ. എന്നാൽ പെട്ടെന്നുണ്ട് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് കിട്ടാൻ. അങ്ങനെ അതൊക്കെ അതിലേക്കിട്ട് അത് ചോപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനിയൊരു പാത്രം അടുപ്പിൽ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ഉള്ളി ഇതിലേക്കിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല, കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇത് നന്നായി വാട്ടിയെടുക്കാം. കറിവേപ്പില ചെറുതായി അരിഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കണം കേട്ടോ.
ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഇത് വഴറ്റിയെടുക്കുക. അതിന് നമ്മൾ എടുക്കുന്ന സാധനം അപ്പോൾ എടുത്ത് വെച്ചാൽ നമുക്കത് അവിടെ പരന്ന് കിടക്കില്ല, പെട്ടെന്ന് പണികൾ തീരും. നമ്മളെ റെസിപ്പീസൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ ക്ലീനിങ് അവിടെ കഴിയും കേട്ടോ. പിന്നെ എടുക്കുന്ന സാധനം അപ്പം തന്നെ എടുത്ത് വെക്കുക. പാത്രം മോറാനൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ മോറി വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീരും. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമ്മളാകെ ക്ഷീണിക്കൂലേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ബീഫൊക്കെ നമ്മൾ ബീഫിലൊക്കെ ഉപ്പിട്ട് വേവിച്ചതല്ലേ, അങ്ങനെ ബീഫും ഇതിലേക്ക് വേവിച്ച് വെച്ച കിഴങ്ങുണ്ടല്ലോ അതും ചേർത്തെടുക്കുക. ഉരുളക്കിഴങ്ങ് അതും ഒക്കെ ഉപ്പിട്ടതാണ്. അപ്പം ഉള്ളിലേക്കുള്ള മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അതിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ കിഴങ്ങും ഇതൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന വരെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയായി. ഇനി ഇത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അത്താഴത്തിന് മീൻ കറിയാണ് വെക്കുന്നത്, അതുകൂടിയും റെഡിയാക്കി വെക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഒരു 2-3 തക്കാളി, പിന്നെ പുളിക്ക് ഞാൻ കൊടുമ്പുളിയാണ് ചേർത്തത്, അതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അങ്ങനെ ഇത് തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി ചേർത്തെടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അങ്ങനെ ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ മീനും ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കുക. അങ്ങനെ ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം കറിവേപ്പിലയും ചേർക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ മീനിട്ട് മീന് വേവിച്ചെടുക്കുക കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് മീൻ പെട്ടെന്ന് വേവുമല്ലോ, അതിന് ശേഷം ഓഫാക്കി എടുക്കുക. അങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അതിൻ്റെ ഇടയിൽ ചോറ് വെള്ളം വെച്ചിരുന്നു, അത് തിളച്ച് വന്നപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിൽ മാറ്റി. ഇതൊക്കെ ഇപ്പം തന്നെ ചെയ്ത് വെച്ചാൽ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഈ പണി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അപ്പോഴേക്കും നമ്മളെ മസാലയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റോൾ ചെയ്ത് മൈദപ്പൊടിൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മുട്ടിയിൽ ഒപ്പിയാൽ അത് എണ്ണ പതഞ്ഞ് വരും ചെയ്യും, എണ്ണ നന്നായി കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മൈദപ്പൊടിയിലാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത് വെച്ചാൽ ആ പ്രശ്നം വരില്ല, എണ്ണ വല്ലാതെ കുടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. മൈദപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അഥവാ മസാല ലൂസായി ആണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടുകൊണ്ട് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ അതൊക്കെ റെഡിയായി വന്നതിന് ശേഷം ഇത് പൊരിച്ചെടുക്കുക. അതെല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കുക. ഉള്ളിൽ മസാലയൊക്കെ നന്നായി ഇതല്ലേ, അപ്പോൾ ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മൾ അടിപൊളി സ്നാക്സും ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ എണ്ണക്കടിയൊക്കെ റെഡി ആയിട്ടോ. ഇനി ജ്യൂസ് അടിച്ചെടുക്കുക. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ.
ഞാൻ അതടിച്ച് റെഡിയാക്കി. അങ്ങനെ ജ്യൂസും റെഡി ആയിട്ടോ. ഇനി നോമ്പ് തുറക്കാലൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നാരി സർബത്തുണ്ടല്ലോ, നന്നാരി ഉണ്ടല്ലോ, അതൊഴിച്ച് കുറച്ച് വെള്ളം ഉണ്ടാക്കുക. അപ്പോൾ ആയിക്കന്നെ മുന്തിരിൻ്റെ എസൻസും ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ചാൽ അതും റെഡി ആയിട്ടോ. ഇതൊക്കെ കുടിച്ചുമ്പോൾ ഒരു ഉന്മേഷമാണ്. അങ്ങനെ അതും നോമ്പ് തുറക്കാലൊക്കെ റെഡിയായി. ഇനി നോമ്പ് ബാങ്ക് കൊടുക്കാനായിട്ടോ. ഒരു 6:15 ആയിട്ടുണ്ട്. അപ്പോഴേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ടോ. അതിന് ശേഷം പൊറാട്ടയും നല്ല നാടൻ ബീഫ് കറി ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല അടിപൊളി സ്നാക്സിന് റെസിപ്പി ആയിട്ടൊക്കെ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.